ஆக்டர் நீங்க, மணியோட ஃபேவரட் ஆக்டர், கமலோட ஃபேவரட் ஆக்டர், ராம்கோபால் வர்மாவோட ஃபேவரட். தெரியுமா உங்களுக்கு? கமலுக்கு நீங்க தான் ஃபேவரட் ஆக்டர். நான் வந்து போய் மம்முட்டி கூட ஆக்ட் பண்ணிட்டு வரும்போது நான் ஐ எம் ஆக்டிங் வித் மம்முட்டி. மோகன்லால் கூட நடிக்கலையான்னு கேட்பாரு. நீ மோகன்லாலோட ஆக்டிங் பார்க்கணும் பாரு. அப்போ கமலுக்கும் 27 இயர்ஸ் தான், எனக்கு 20 இயர்ஸ், அவருக்கு 27 இயர்ஸ்லயே சொல்லுவாரு, மோகன்லால் பிரமாதமா நடிக்கிறாரு, யூ ஹேவ் டு வாட்ச் யுவர் ஃபிலிம். ஸோ இப்படி எல்லாரும் உங்களுக்கு ഫാൻസാ இருக்காங்க. രാജ്മോഹൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. എടുത്തു പറയത്തക്ക ആകാര ഭംഗിയൊന്നുമില്ലാതെ, ശബ്ദ ഗാംഭീര്യമില്ലാതെ, അല്പം ശ്രൈണതയുള്ള വില്ലനായി 1980 ഡിസംബറിൽ അരങ്ങേറ്റം കുറിച്ച നടൻ. പിന്നീട് ഒരുപാട് വില്ലൻ വേഷങ്ങൾ, വില്ലനിൽ നിന്നും സഹനടനിലേക്ക്, സഹനടനിൽ നിന്നും നായക വേഷങ്ങളിലേക്ക്, അവിടുന്ന് മലയാളം കണ്ട ഏറ്റവും മികച്ച നായക നടനിലേക്ക്. അതെ, മോഹൻലാൽ എന്ന മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ താരത്തിന് ഇന്ന് 65ാം പിറന്നാൾ. മോഹൻലാൽ ശരിക്കും ഒരു പുതുമ തന്നെയായിരുന്നു മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും. ഹാസ്യരംഗങ്ങളിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുന്ന, കുസൃതി കാണിച്ചും തലകുത്തി മറിഞ്ഞും ഗാനരംഗങ്ങളിൽ ആടിപ്പാടുന്ന, ത്രസിപ്പിക്കുന്ന, ആക്ഷൻ രംഗങ്ങളിലൂടെ ആവേശം കൊള്ളിക്കുന്ന, വൈകാരിക രംഗങ്ങളിൽ സ്വാഭാവികമായ പ്രകടനത്തിലൂടെ നൊമ്പരപ്പെടുത്തുന്ന മോഹൻലാൽ എന്ന നടനെ മലയാളികൾ മറ്റൊരു നടനും നൽകാത്ത സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ നെഞ്ചിലേറ്റി. 40 വർഷത്തിൽ ഏറെ കഴിഞ്ഞിട്ടും മോഹൻലാലിനെ മലയാളികൾക്ക് മടുത്തിട്ടില്ല. ഇന്നും അവരുടെ ഏട്ടനെ കാണാൻ ജനം തിയേറ്ററുകളിൽ തടിച്ചുകൂടുന്നു. മോഹൻലാലിന്റെ മികച്ച പ്രകടനങ്ങൾ എടുത്തു കാണിക്കാൻ സെന്റിമെന്റ്സ് നിറഞ്ഞ രംഗങ്ങൾ തന്നെ വേണമെന്നില്ല. പകരം നിസ്സാരമെന്ന് തോന്നുന്ന കഥാസന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ, മുഖത്ത് മിന്നിമറയുന്ന സൂക്ഷ്മമായ ഭാവങ്ങൾ മാത്രം മതി. മോഹൻലാലിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. ബീയിങ് മോഹൻലാൽ ഇസ് നെവർ ഈസി. ആ ഒരു ലൈഫ് സ്റ്റൈൽ വല്ലാത്തൊരു ബ്ലെസ്സിംഗ് ആണ്. 6 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സ് വരെയുള്ളവർ അദ്ദേഹത്തെ ലാലേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഈ കൊച്ചു കേരളത്തിൽ എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന്. മലയാളത്തിന്റെ, മലയാളികളുടെ, കേരളത്തിന്റെ സ്വന്തം മോഹൻലാലിന് ഞങ്ങളുടെ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേരുന്നു. മോഹൻലാൽ തുടരുന്നു, ആ ചെരിഞ്ഞ തോളിൽ നിവർന്നിരുന്ന് നമ്മളും. ഒരേ ഒരു രാജാവ്.